ദൈവകൃപ. മധുരയിലെ രാജാവും മന്ത്രിയും ഒരിക്കൽ ഒരു ഗ്രാമത്തിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. അവർ വഴിയരികിൽ നൂൽ വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു ദരിദ്രനെ കണ്ടു. രാജാവ് മന്ത്രിയോട് പറഞ്ഞു, ഞാൻ വിചാരിച്ചാൽ ഏതു ദരിദ്രനെയും പണക്കാരനാക്കാൻ പറ്റും. ഒരു നിമിഷം മതി. എന്നാൽ മന്ത്രി പറഞ്ഞു, നമുക്കാരെയും സമ്പന്നനോ ദരിദ്രനോ ആക്കാൻ കഴിവില്ല. അതെല്ലാം അവരവരുടെ സമയത്തെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ രാജാവ് പറഞ്ഞു, എന്നാൽ കണ്ടോളൂ, ഒരു നിമിഷം കൊണ്ട് നാം ഈ നൂൽ വിൽപ്പനക്കാരനെ പണക്കാരനാക്കുന്നത്. രാജാവ് നൂൽ വിൽപ്പനക്കാരന് 500 സ്വർണ്ണ നാണയം ഉടനെ തന്നെ സമ്മാനിച്ചു. നൂൽ വിൽപ്പനക്കാരന് സന്തോഷമായി. അയാൾ ഒരു നാണയം വിറ്റ് മധുര പലഹാരങ്ങൾ വാങ്ങി. സ്വർണ്ണ നാണയത്തോടൊപ്പം പലഹാരവും പൊതിയിലാക്കി തലയിൽ വെച്ച് അയാൾ വീട്ടിലേക്ക് നടന്നു. അപ്പോൾ അതുവഴി വന്ന ഒരു പരുന്ത് അയാളുടെ തലയിലിരുന്ന തുണിപ്പൊതി റാഞ്ചിയെടുത്തുകൊണ്ട് പറന്നുപോയി. അയാൾ കുറേ ദൂരം അതിൻ്റെ പിറകെ ഓടിയെങ്കിലും അത് കിട്ടിയില്ല. ദുഃഖിതനായി വെറും കൈയോടെ അയാൾ വീട്ടിലേക്ക് പോയി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ രാജാവും മന്ത്രിയും നൂൽ വിൽപ്പനക്കാരൻ്റെ വീട് തേടിച്ചെന്നു. രാജാവിനെ കണ്ടതും നൂൽ വിൽപ്പനക്കാരൻ കരഞ്ഞുകൊണ്ട് നടന്നത് മുഴുവൻ പറഞ്ഞു. അയാളുടെ സമയം നല്ലതല്ല, അതാണ് ആ പണം ഉപയോഗപ്പെടാഞ്ഞത്, മന്ത്രി പറഞ്ഞു. രാജാവ് ആ അഭിപ്രായം ചിരിച്ചു തള്ളി. അദ്ദേഹം നൂൽ വിൽപ്പനക്കാരന് 500 സ്വർണ്ണ നാണയങ്ങൾ കൂടി നൽകി. ഇത്തവണ നീ ഇതുകൊണ്ട് പണക്കാരനാകണം, രാജാവ് പറഞ്ഞു. നൂൽ വിൽപ്പനക്കാരൻ പണം കിട്ടിയ വിവരം ഭാര്യയോട് പോലും പറഞ്ഞില്ല. അയാൾ അത് ആരും കാണാതെ തവിട് സൂക്ഷിച്ചിരുന്ന മൺകലത്തിൽ ഒളിപ്പിച്ചു വെച്ചു. അടുത്ത ദിവസം നൂൽ വിൽപ്പനക്കാരൻ വീട്ടിലില്ലാതിരുന്ന സമയം ഒരു തവിട് കച്ചവടക്കാരൻ അവിടെ വന്നു. നൂൽ വിൽപ്പനക്കാരൻ്റെ ഭാര്യ തവിട് കലം കച്ചവടക്കാരൻ്റെ മുന്നിൽ കൊണ്ടുവച്ചു. എൻ്റെ ചാക്കിൽ സ്ഥലമില്ല, ഈ കലം കൂടി തരാമോ? അതിനും വില തരാം, കച്ചവടക്കാരൻ പറഞ്ഞു. നൂൽ വിൽപ്പനക്കാരൻ്റെ ഭാര്യയ്ക്ക് സന്തോഷമായി. പഴയ മൺകലത്തിന് വില കിട്ടുമെങ്കിൽ അത് നല്ലൊരു കാര്യമല്ലേ. അവർ തവിടും മൺകലവും കൂടി 6 പണത്തിന് വിറ്റു. അങ്ങനെ നൂൽ വിൽപ്പനക്കാരന് കൈവന്ന രണ്ടാമത്തെ അവസരവും നഷ്ടമായി. അയാൾ രാജാവിനെ കണ്ടപ്പോൾ പൊട്ടിക്കരഞ്ഞ് നടന്നത് മുഴുവൻ പറഞ്ഞു കേൾപ്പിച്ചു. അയാളുടെ സമയം നന്നായിട്ടില്ല, മന്ത്രി അപ്പോഴും പറഞ്ഞു. രാജാവ് ഒന്നും പറഞ്ഞില്ല. മന്ത്രി പറഞ്ഞതിൽ കാര്യമില്ലേ എന്ന് രാജാവിന് ചെറുതായി സംശയം തോന്നിത്തുടങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു ദിവസം രാജാവും മന്ത്രിയും ആ ഗ്രാമത്തിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. ഇപ്പോൾ ആ നൂൽ വിൽപ്പനക്കാരൻ എന്തു ചെയ്യുകയാണെന്നറിയാൻ 2 പേർക്കും കൗതുകം തോന്നി. അവർ അയാളുടെ വീട്ടിലേക്ക് ചെന്നു. അവിടെ നൂൽ വിൽപ്പനക്കാരൻ്റെ കൊച്ചു കുടിലുണ്ടായിരുന്ന സ്ഥാനത്ത് വലിയൊരു മണിമാളികയാണ് അവർ കണ്ടത്. രാജാവിനെ കണ്ട് നൂൽ വിൽപ്പനക്കാരൻ മാളികയിൽ നിന്ന് ഓടി ഇറങ്ങി വന്നു. അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണു. നീ എങ്ങനെ ഇത്ര വേഗം പണക്കാരനായി? രാജാവ് ചോദിച്ചു. രാജൻ ഒരു ദിവസം ഒരു മുക്കുവൻ വല തയ്ക്കുവാൻ അല്പം നൂലിനായി വന്നു. അയാളുടെ കയ്യിൽ പണമുണ്ടായിരുന്നില്ല. പകരം അയാൾ വൈകുന്നേരം എനിക്ക് വലിയൊരു മീൻ കൊണ്ടുവന്ന് തന്നു. ഞങ്ങളത് പാകം ചെയ്യാനായി മുറിച്ചപ്പോൾ അതിൻ്റെ വയറിനുള്ളിൽ നിന്ന് വില കൂടിയ ഒരു രത്നം കിട്ടി. അത് വിറ്റ് ഞാൻ ധാരാളം സ്വത്ത് വാങ്ങി. ഇന്ന് ഞാൻ വലിയ പണക്കാരനാണ്. മന്ത്രി രാജാവിനെ നോക്കി. ഇയാൾക്ക് ഇപ്പോഴാണ് നല്ല കാലം വന്നത്, മന്ത്രി പറഞ്ഞു. മന്ത്രി പറഞ്ഞത് ശരിയാണ്, സമയം നന്നാകുമ്പോൾ എല്ലാം നേരെയാകും, രാജാവും സമ്മതിച്ചു. കൂട്ടുകാരെ, കഥ ഇഷ്ടമായെങ്കിൽ കഥ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ. കൂടുതൽ കഥകൾക്ക് നമ്മുടെ ചാനലിൽ കയറി നോക്കണേ.